what I find interesting is that your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബിജെപി ഒരു വിധത്തിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. Two chief ministers are sitting in jail, but your chief minister is free. ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ മുഖ്യമന്ത്രി വളരെ സ്വതന്ത്രനായിരിക്കുകയാണ് ഇപ്പോഴും. Nobody has taken away his house. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ആരും പുറത്താക്കുന്നില്ല. Nobody has taken away his membership to the Vidhan Sabha. അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം ആരും റദ്ദാക്കുന്നില്ല. He has not been called for interrogation for even 1 minute. ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ഇതുവരെ ഇഡി വിളിച്ചിട്ടില്ല. So it's a bit surprising. അത് ഭയങ്കര, എനിക്കിത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ്. That if he is fighting the BJP, why are they so pleased with him? അദ്ദേഹം ശരിക്കും ബിജെപിക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര സന്തോഷം? Why are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? And then the other interesting thing, മറ്റ് കൗതുകമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, I come to Kerala and I attack the BJP. I come in every state, I attack the BJP. ഞാൻ കേരളത്തിൽ വന്ന് ബിജെപി ആക്രമിക്കുന്നു, ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ ബിജെപി ആക്രമിക്കുന്നു. 24 hours I spend attacking the BJP. 24 മണിക്കൂറും ഞാൻ ബിജെപി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And 24 hours your chief minister spends attacking me. പക്ഷേ 24 മണിക്കൂർ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നു. He does not say one word against the BJP. അദ്ദേഹം ബിജെപിക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല. So I just wanted to leave that with you to think about. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു നൽകുകയാണ്. I know it's very hot today and you've come from far away to listen to me. ഇന്ന് എനിക്കറിയാം, ഇന്ന് വലിയ ഒരുപാട് ചൂടുള്ള ദിവസമാണ്. നിങ്ങളൊക്കെ ദൂരെ പ്രദേശങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. Since I became a member of parliament, I have learned a lot about the people of Kerala. ഞാൻ കേരളത്തിൽ നിന്നൊരു പാർലമെന്റിലെ പ്രതിനിധി ആയത് മുതൽ കേരളത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. About your spirit, about your capability, about your imaginativeness. നിങ്ങളുടെ കഴിവിനെ കുറിച്ച്, നിങ്ങളുടെ ഭാവന സമ്പന്നതയെ കുറിച്ച്, നിങ്ങളുടെ ആത്മവീര്യത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്.